ഒരാളെങ്കിലും ഒരു ഫുട്ബോൾ പ്ലെയറെങ്കിലും ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നത് സന്തോഷം ഉണ്ടാവും. ഇതൊന്നുമില്ല, ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് കളിക്കണം, ഞങ്ങൾക്ക് കുളിക്കണം, ഞങ്ങൾ ഡ്രമ്മിനകത്താണ് ഐസ് ബാത്ത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഇല്ല, ഫെസിലിറ്റി ഇല്ല, ഇവിടെ മെസ്സിയെ കൊണ്ടുവരുന്നു. എന്തുവാണേ സ്പോർട്സ് മീറ്റ് നടത്താൻ ഇവിടെ 60 ലക്ഷം രൂപ ഇല്ല, പക്ഷെ മെസ്സിയെ കൊണ്ടുവരുന്നു. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇരിക്കുക അവിടെ. നീ കുറെ നാൾ ആയിക്കടെ ബോൾ കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ വാദം സംസാരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ചുമ്മാ ഇങ്ങനെ ഇരുന്ന് വേസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കാതെ. കഴിഞ്ഞ ദിവസം SLK കാണാൻ വന്ന സഹലിന്റെ അടുത്ത് ഒരു ആങ്കർ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ISL പറ്റി. അപ്പൊ സഹൽ പറഞ്ഞത് ഇൻഷാ അള്ളാഹ് വിചാരിച്ചാൽ എല്ലാം നടക്കും. നിന്റെ അള്ള എന്ന് വിചാരിച്ച ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്റെ പൊന്നടിയാ സഹലെ. വാദം ഒന്ന് സംസാരിക്കുക. നീ ഒരു നാഷണൽ പ്ലെയർ ആണ്, നിനക്ക് സംസാരിക്കാനുള്ള അർഹതയുണ്ട് ഇവിടെ. ഇവിടുത്തെ പ്രശ്നത്തെ പറ്റി സംസാരിക്കില്ല, അതിന്റെ അള്ള വന്ന് ഒന്നും കാണിക്കത്തില്ല ഇവിടെ. ഒന്ന് മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് വിചാരിച്ച അതൊക്കെ അങ്ങനൊന്നും അല്ല. നമ്മൾ സംസാരിക്കേണ്ടത് സംസാരിക്കുക. ഞാൻ വേറൊന്നല്ല കേട്ടോ, ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞതല്ല, ഒരു മതത്തിനെ കുറ്റം പറഞ്ഞു, ഞങ്ങളുടെ പരിപാടിയൊന്നുമല്ല. പക്ഷെ നമ്മൾ സംസാരിക്കേണ്ട കാര്യം സംസാരിച്ചെങ്കിലേ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ ദൈവം വിചാരിച്ച ഇതൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടല്ലോ, അവരെയാണ് പറയേണ്ടത്. നമ്മൾ അവരെ പറ്റിയിട്ടാണ് സംസാരിക്കേണ്ടത്. മെസ്സി വരുന്ന കേസിൽ നമ്മൾ എത്രയോ ഇവിടെ പല പ്ലേയേഴ്സും വന്നിട്ട് കേരള ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പറ, നിങ്ങൾ കേന്ദ്രത്തെ പറ്റി പറ. AFF ഒക്കെ അവരുടെ അണ്ടറിലാണ്, അതേപ്പറ്റി പറ. ടീം 11 പ്രഖ്യാപിക്കുന്ന കുമ്പിടികളെ പറ്റി പറ. ഏതാ കബഡി നിർത്തി കുറച്ച് കുമ്പിടികൾ അവിടെ ഇരിപ്പുണ്ടല്ലേ, ടീം 11 പ്രഖ്യാപിക്കുന്ന മറ്റേ ജ്യോത്സ്യന്മാർ, അതിനെ പറ്റിയൊക്കെ പറ. നാക്ക് തുറക്കങ്ങോട്ട്, വാ തുറക്ക്, എന്നിട്ട് പറ. ഇതൊന്നും ഇല്ല. എന്നിട്ട് ISL ഇല്ലേ, കളി നടക്കുവോ, ഫുട്ബോൾ നടക്കുവോ? കോർപ്പറേറ്റ്സുകൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു രാജ്യം.